ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നെല്ലിക്ക, നമ്മുടെ നാടൻ നെല്ലിക്ക. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് ഞാൻ മോര് കാച്ചാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോരുകറി ആകുമ്പോൾ നമുക്ക് എന്തായാലും തൈര് അത്യാവശ്യമാണല്ലോ. അപ്പോൾ 1/2 ലിറ്റർ തൈരിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് 1-2-3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കളറൊക്കെ ഒന്ന് ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിലിട്ട് തന്നെ ചൂടാക്കിയെടുക്കാൻ നോക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കായും കൂടി ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക അരിയുമ്പോൾ വളരെ കട്ടി കുറച്ച് തന്നെ അരിയാനായിട്ട് നോക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതാ കണ്ടില്ലേ, നെല്ലിക്കയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് വെന്ത് കിട്ടണം. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് നന്നായിട്ട് വെന്തിട്ടില്ല. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, നെല്ലിക്കായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ കട്ടി കുറച്ച് നമ്മൾ നെല്ലിക്ക അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ചട്ടിയുടെ ആ ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ചട്ടിയുടെ ആ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണാൻ പറ്റുന്നുണ്ടോ, തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ നെല്ലിക്ക മോര് കറിയാണ് തയ്യാറായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ ആ തൈര് ചേർത്ത് കൊടുത്തതല്ലേ, ചെറുതായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് ഇതൊന്ന് 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തതല്ലേ, അതുകൊണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക മോര് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ നെല്ലിക്ക നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നെല്ലിക്കയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ നെല്ലിക്ക വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് മോര് കാച്ചി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്